ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറെ സംതൃപ്തി തന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് സ്നേഹവീട് പദ്ധതി. ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന നിരവധിയായ പാവപ്പെട്ട കുടുംബം, ലൈഫ് പദ്ധതിയിൽ പോലും ഉൾപ്പെടാത്ത കുടുംബം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീട് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വലിയൊരു പരിശ്രമമായിരുന്നു. ഒരുപാട് സാമ്പത്തിക ആവശ്യമുള്ള ഒരു പദ്ധതിയായിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മളൊരു 10 വീടുകളാണ് പണിതത്. ആ 10 വീടുകൾ 70 ലക്ഷം രൂപ മുതൽ അതിന് മുകളിലേക്കുള്ള ചിലവ് വന്നിട്ടുണ്ട്. അതിലൊരു 40 ലക്ഷം രൂപ നമുക്ക് ആസ്റ്റർ ഫൗണ്ടേഷനാണ് നമുക്ക് CSR ഫണ്ട് തന്നത്. പോരാത്ത 30 ലക്ഷം രൂപ നമ്മൾ സമാഹരിക്കുകയായിരുന്നു, നാട്ടിൽ നിന്ന് സമാഹരിക്കുകയായിരുന്നു. ഒരു ജനപ്രതിയാണ്. സുജിതയുടെ ഭർത്താവ് നേരത്തെ പറഞ്ഞ പോലെ 12 വർഷം മുമ്പ് മരിച്ചതാണ്. എൻ്റെ പേര് സുജിത എന്നാണ്. ഞാനിവിടെ 19-ാം വാർഡില് താമസക്കാരിയാണ്. എനിക്ക് ഭർത്താവ് മരിച്ചിട്ട് 12 കൊല്ലമായി. 2 ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പൊ അവർ വലുതായി. അതില് ഇപ്പൊ 2 കൊല്ലമായി സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്കൊരു വീട് കിട്ടി. അതെനിക്കൊരു വലിയ കാര്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ വീട് കിട്ടാനായിട്ട് എന്നെ സഹായിച്ചത് ഈ ബേബി മാഷാണ്. ആള് കുറെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇത് ശരിയാക്കി തന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. സത്യത്തില് ഈ 30 ലക്ഷം രൂപ നമ്മൾ സമാഹരിക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന ഒരു സമയത്താണ്. നാട്ടിലാർക്കും പണിയില്ല, ജോലിയില്ല, വരുമാനം ഇല്ലാത്ത ഒരു സമയത്താണ്. ആ സമയത്ത് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ വളരെ പാവപ്പെട്ട ഒരു ഏരിയ ആണെങ്കിലും ഒരു 30 ലക്ഷം രൂപ 2-2.5 മാസം നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. വളരെ നല്ല സുമനസ്സുകൾ എന്ന് തന്നെ പറയണം. വളരെ നല്ല നാട്ടുകാർ നമ്മളോട് സഹകരിച്ചു. എല്ലാ ആളുകളും കൈയച്ച് സംഭാവനകൾ തന്നു. നമ്മുടെ സ്നേഹവീട് പദ്ധതിയിലെ മറ്റൊരു വീടാണ് ഇവിടെ. ഈ കൊച്ചിൻ്റെ ചേച്ചിയും അമ്മയുമാണുള്ളത്. ഒരച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അസുഖമായിട്ട് മരിച്ചതാണ്. പിന്നീട് നമ്മൾ സ്നേഹവീട് പദ്ധതിക്ക് നമ്മൾ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തപ്പോൾ ഈ വാർഡിൽ നിന്ന് എല്ലാവരും നിർദ്ദേശിച്ച ഒരു പേര് ഇവരുടെ പേരാണ്. ഒരു 500 ചില്ലാനം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണിത്. വളരെ നല്ല രീതിയിൽ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ 10 വീടുകളും ഒരുമിച്ചാണ് നമ്മൾ താക്കോല് കൈമാറിയത്. എൻ്റെ പേര് RK ബേബി. തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14-ാം ഡിവിഷൻ മെമ്പറാണ്. ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ പല പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ടെങ്കിലും ബ്ലോക്ക് മെമ്പർമാർക്ക് എന്ത് പ്രവർത്തനം, അവർ കാര്യമായൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു സംസാരമാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിലും അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. എന്നാൽ 4.25 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു ആത്മസംതൃപ്തി, പലതിലും നമ്മളുടെ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നനവ് കേരളം മുഴുവൻ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അതാണ് സ്നേഹവീട്.